ഓക്കെ, ഗുഡ് ഈവനിങ്. അപ്പോൾ ഓരോരുത്തരായിട്ട് ജോയിൻ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ പേര് റംസീന എന്നാണ്. കഴിഞ്ഞ എയുടെ സമയത്ത് നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പക്ഷെ അന്ന് പാത്തോളജി അല്ല ഹാൻഡിൽ ചെയ്തിരുന്നത്. ഞാൻ POPയുടെ ഒരു 5 സെക്ഷൻസ് എന്തോ എടുത്തിരുന്നു. അപ്പൻഡിക്സ് സെക്ഷൻസ് ഞാനാണ് അന്ന് ഹാൻഡിൽ ചെയ്തത്. നമ്മൾ അന്ന് സബ്ജക്ട് നോക്കിയിരുന്നില്ല. അപ്പോൾ ഈ സോയിൽ കൺസർവേഷന്റെ എക്സാമിന്റെ ഭാഗമായിട്ട് പാത്തോളജി ഹാൻഡിൽ ചെയ്യുന്നത് ഞാനായിരിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹാൻഡിൽ ചെയ്യാൻ മീൻസ് നമ്മൾ മുന്നത്തെ പോലെ ഓരോ സെഷൻസും അത്ര ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നില്ല. കാര്യം എല്ലാവരുടെയും ഓൾറെഡി ലെക്ചേഴ്സ് ഉണ്ട്. അപ്പൊ ഓൾറെഡി നിങ്ങളോട് ഒരു ഫസ്റ്റിലത്തെ 4 ലെക്ചേഴ്സ് കവർ ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നിങ്ങൾ ഓൾറെഡി അന്ന് പഠിച്ചതിന്റെ ഒരു ബ്രഷ് അപ്പ് ചെയ്ത് പോവാന്നുള്ളൊരു രീതിയായിരിക്കും നമ്മൾ ക്ലാസ് കൊണ്ടുപോകുന്നത്. അപ്പോൾ കുറച്ച് സ്പീഡായിരിക്കും. എന്ത് വെച്ചിട്ട് നമ്മൾ ഓവറായിട്ട് അങ്ങ് ഓടിപ്പോകുന്നില്ല. കാര്യങ്ങൾ കുറച്ച് മനസ്സിലായി തന്നെ പോകണം. അപ്പോൾ കഴിഞ്ഞ സെയിം PPTs വെച്ചിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. സോ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസിക് ആയിട്ടുള്ള ടെർമിനോളജീസ് വെച്ചിട്ടാണ്. പാത്തോളജിയിലെ ബേസിക് ടെർമിനോളജീസ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കും. എന്താണ് പ്ലാൻ പത്തോളജി അല്ലെങ്കിൽ ഫൈറ്റോ പത്തോളജി എന്താണ്, ഡിസീസ് ട്രയാങ്കിൾ എന്താണ്, ഡിസീസ് ടെട്രാഹെഡ്രൺ എന്താണ്, എന്താണ് ഡിസീസ് സിൻഡ്രോം എന്താണ്, സിംറ്റം എന്താണ്, സൈൻ എന്താണ്, ഇതൊക്കെ നമ്മൾ ഒരുപാട് വട്ടം പത്തോളജി ക്ലാസ്സുകൾ കേട്ട് പോയ സാധനമാണ്. അപ്പൊ നമ്മൾ ഒന്ന് ഓടിച്ച് നോക്കുവാണ് ബേസിക് ടെർമിനോളജീസ് എന്തൊക്കെയാണെന്ന്. സോ സ്റ്റാർട്ടിങ് വിത്ത് ഫൈറ്റോപാത്തോളജി. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. എന്താണ് പ്ലാന്റ് പാത്തോളജി? ഫൈറ്റോ മീൻസ് പ്ലാന്റ് എന്ന് എല്ലാ BSc അഗ്രി സ്റ്റുഡൻസിനും അറിയുന്ന കാര്യമാണ് അല്ലെ. ഫൈറ്റോ എന്ന് എവിടെ കേട്ടാലും ദാറ്റ് മീൻസ് പ്ലാന്റ്. അതുപോലെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്, മൈക്കോ എന്ന് കേട്ടാൽ എവിടെ കേട്ടാലും ദാറ്റ് ഈസ് ഫംഗൈ അല്ലെ. നമ്മുടെ പത്തോളജിയിലെ മെയിൻ ആളാണ്. സോ ഓർത്തിരിക്കാം. സോ ഫൈറ്റോപാത്തോളജി എന്നുള്ളത് ഒരു ഗ്രീക്ക് ആയിട്ടുള്ള 2 വേർഡ്സിന് ചേർത്തിട്ടാണ് ആ ഒരു ടേം വന്നിട്ടുള്ളത്. ഫൈറ്റോൺ വിച്ച് മീൻസ് പ്ലാന്റ് ആൻഡ് പാത്തോസ് വിച്ച് മീൻസ് പാത്തോസ് അല്ലെ. സഫർ ചെയ്യാണ്, ആരോ സഫർ ചെയ്യാണ്, ദ ഹോസ്റ്റ് സഫറിങ്. ആ ഹോസ്റ്റ് ആരും ആവാം, ഒരു അനിമൽ ആവാം, ഹ്യൂമൻ ആവാം അല്ലെ, ഒരു പ്ലാന്റ് ആവാം. സോ വി ആർ ഡീലിംഗ് വിത്ത് പ്ലാന്റ്. സോ ദാറ്റ് ഈസ് ഫൈറ്റോപാത്തോളജി. ആൻഡ് ലോഗോ നമുക്കറിയാം അല്ലെ, സ്റ്റഡീനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഫൈറ്റോപാത്തോളജി. Then moving to disease triangle and disease pyramid. ഇത് നമ്മുടെ BSc അഗ്രികൾച്ചറിന്റെ ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് ഫണ്ടമെന്റൽസിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന കാര്യമാണ്. ഇൻ ഡീറ്റെയിൽ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. നമ്മൾ ഇവിടെ ഹാൻഡിൽ ചെയ്യുന്നത് പത്തോളജി എന്താണ്, ഡിസീസസിനെ പറ്റിയിട്ടാണ്. ആരുടെ ഡിസീസ് ആണ്? നമ്മൾ പ്ലാന്റ്സിനെയാണ് നമ്മുടെ കൺസേൺ വരുന്നത്. സോ വി ആർ ഡീലിംഗ് വിത്ത് ദ ഡിസീസസ് ഓഫ് പ്ലാന്റ്സ്. അപ്പോൾ ഒരു ഡിസീസിനെ നമുക്ക് ശരിയാക്കി എടുക്കണമെങ്കിൽ ആദ്യം ആ ഡിസീസ് എങ്ങനെ ഉണ്ടാവുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. യെസ്. അപ്പൊ ആ ഡിസീസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ആരൊക്കെ ഒന്നിച്ച് വരുമ്പോഴാണ് അവിടെ ഡിസീസ് ഉണ്ടാവുന്നത് എന്ന് നമ്മൾ അറിയണം. സോ അതിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ് ഡിസീസ് ട്രയാങ്കിൾ. നമുക്കറിയാം അല്ലെ. അപ്പൊ അവിടെ 3 പേര് വേണം. ആരൊക്കെയാണത്? ഡിസീസ് വരുത്തുന്ന ആള് വേണം അല്ലെ. ആരാണ്? അസുഖം ഉണ്ടാക്കാൻ ആള് വേണം. ദാറ്റ് ഈസ് ദ പാത്തജൻ. പാത്തജൻ അസുഖം ആരിലാണ് വരുന്നത്? ദാറ്റ് ഈസ് ദ ഹോസ്റ്റ് അല്ലെ, ഹോസ്റ്റ്. ഇനി ഈ പാത്തജനും വന്നു, അത് അനുഭവിക്കാനുള്ള ഹോസ്റ്റും അവിടെ ഉണ്ടെങ്കിലും പാത്തജന് സക്സസ്ഫുൾ ആയിട്ട് ആ ഹോസ്റ്റിൽ ഡിസീസ് വരുത്തിക്കാൻ പറ്റുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സറൗണ്ടിങ്സ്, ഒരു സിറ്റുവേഷൻസ്, എൻവയോൺമെന്റ് അവിടെ വേണം അല്ലേ. അതെ. അപ്പൊ ഇതാണ് 3 ബേസിക് ആയിട്ടുള്ള ഡിസീസ് ട്രയാങ്കിളിന്റെ എന്താണ് 3 എലമെന്റ് എന്ന് പറയുന്നത്. അപ്പം പാത്തജൻ വേണം, ഹോസ്റ്റ് വേണം, എൻവയോൺമെന്റ് വേണം. അപ്പൊ ഈ പാത്തജനും ഹോസ്റ്റും എൻവയോൺമെന്റും മാത്രം വന്നാൽ മതിയോ? പോരാ, അവര് കുറച്ച് സ്പെസിഫിക് ആയിരിക്കണം. അപ്പൊ എന്താണ് ആ സ്പെസിഫിസിറ്റി നോക്കിക്കേ. ദ പാത്തജൻ ഷുഡ് ബി വിറുലന്റ്. ഈ വാക്ക് ഇമ്പോർട്ടന്റ് ആണ്. വിറുലന്റ് ആയിട്ടുള്ള പാത്തജൻസും ഉണ്ട്, വിറുലന്റ് ആയിട്ടുള്ള പാത്തജൻസും ഉണ്ട് അല്ലെ. അപ്പൊ വിറുലന്റ് ആയിരിക്കണം പാത്തജൻ. എന്താണ് വിറുലന്റ്? ആ ഒരു കൺസെപ്റ്റ് ഒക്കെ നമുക്ക് പറയാം. അപ്പൊ വിറുലന്റ് ആയിരിക്കണം നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ആ പാത്തജന് ആ ഹോസ്റ്റില് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഈ പറയുന്ന ഒരു പീരീഡ് ഓഫ് ടൈമിനുള്ളിൽ ഡിസീസ് വരുത്തിക്കാൻ പറ്റണം. അതാണ് അവരുടെ വിറുലൻസി, അതാണ് അവരുടെ പവർ അല്ലെ. അതാണ് വിറുലന്റ് പാത്തജൻ. ഇനി ഹോസ്റ്റ് ആയിക്കോട്ടെ. ഹോസ്റ്റ് നോക്കുമ്പോ എന്താ, നമുക്ക് എപ്പോഴും അറിയാം, നമുക്ക് അസുഖം വരുന്നത് കൂടുതലും കുറച്ച് എന്താണ് വീക്കർ ആയിട്ടുള്ള ആൾക്കാരല്ലേ നമ്മൾ കാണുന്നതല്ലേ കൂടുതലായിട്ട്. എപ്പോഴും അങ്ങനെയാണെന്നല്ല, എന്നാലും ഒരു ഇച്ചിരി ന്യൂട്രീഷൻസ് ഒക്കെ കുറവായിട്ട് ഫീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ഇച്ചിരി ഹെൽത്ത് കുറവായിട്ടൊക്കെ കാണുന്ന ആൾക്കാരിലൊക്കെ ആയിരിക്കും പെട്ടെന്ന് അസുഖങ്ങൾ വരാൻ സാധ്യത. സോ ദേ ആർ മോർ സസെപ്റ്റബിൾ ടു എ ഡിസീസ്. അപ്പൊ ഒരു ഹോസ്റ്റ് കൂടുതൽ സസെപ്റ്റബിലിറ്റി കാണിച്ചിരിക്കണം.
അസുഖത്തിനോട് അല്ലെങ്കിൽ ആ പാത്തജനോട് ഒരുപാട് സസെപ്റ്റബിലിറ്റി ഉള്ളവരായിരിക്കും പെട്ടെന്ന് അസുഖത്തിന് കീഴടങ്ങുക. സോ സസെപ്റ്റബിൾ ഹോസ്റ്റ് ആയിരിക്കണം, റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഹോസ്റ്റ് അല്ല, സസെപ്റ്റബിൾ ഹോസ്റ്റ് ആയിരിക്കണം. ഇവര് രണ്ടുപേരും കൂടി ഒന്നിച്ച് വന്നു, ഡിസീസ് അങ്ങോട്ട് തുടങ്ങി. ആ പാത്തജന് ഫേവറബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് അവിടെ വേണം. ഇപ്പോ നമ്മുടെ പ്ലാന്റ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഫംഗൈ, അധികം ഫംഗസ് നമുക്കറിയാം. നമ്മളെ വീട്ടിലൊരു ബ്രെഡ് കൊണ്ട് വെച്ചാല് നമ്മളത് പ്രോപ്പർ ആയിട്ട് നോക്കാതെ മോയ്സ്ചറൊക്കെ അടിച്ചിട്ട് നമ്മളിങ്ങനെ ഒരു ഹ്യൂമിഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലൊക്കെ തോന്നിയ പോലെ ഇട്ടിരുന്നാലാണ് അതിൽ പെട്ടെന്ന് മോൾഡ് ഗ്രോത്ത് വരിക അല്ലെ. അതുപോലെ തന്നെയാണ്. അപ്പൊ ആ ഫംഗസിന് ഫേവറബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റും കൂടെ വരുമ്പോഴാണ് അവിടെ ഡിസീസ് കംപ്ലീറ്റ് ആവുന്നത്. സോ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഐഡിയ ആണ് ഡിസീസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഡിസീസ് ട്രയാങ്കിൾ ആര് ഇൻവെന്റ് ചെയ്തു എന്നൊരു ഐഡിയ ഒന്നും പാത്തോളജിയിൽ എവിടെയും അങ്ങനെ പ്രോപ്പർ ആയിട്ട് മെൻഷൻ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ റെഫർ ചെയ്തപ്പോഴും അങ്ങനെ സ്പെസിഫിക്കലി ഒരാളുടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല. ബട്ട് ബൈ ദ ടൈം അത് ഡെവലപ്പായി വന്ന ഒരു കൺസെപ്റ്റ് ആയിട്ടാണ് പറയുന്നത്. സോ ഡിസീസ് ട്രയാങ്കിൾ ഞാൻ പറഞ്ഞു. അപ്പോ ഡിസീസ് ട്രയാങ്കിൾ വന്നു, പോകെ നമ്മുടെ പാത്തോളജി ഡെവലപ്പായി വന്നപ്പോഴത്തേക്കും പാരലായിട്ട് എന്താ സ്റ്റഡീസ് നടന്നു. അപ്പൊ കൂടുതൽ കാര്യങ്ങളെ പറ്റി നമ്മൾ അറിഞ്ഞു. അപ്പോ നമുക്ക് തോന്നി ഓക്കെ, ഇത് മൂന്ന് മാത്രമല്ല, ഒരാൾക്കും കൂടി അവിടെ ഇൻവോൾവ്മെന്റ് വരുന്നില്ലേ എന്ന് നമുക്ക് തോന്നി. സോ അപ്പോ നമ്മൾ ഓൾറെഡി ഉള്ള ഡിസീസ് ട്രയാങ്കിളിനെ ഒന്നും കൂടി മോഡിഫൈ ചെയ്ത് നമ്മൾ ആരെ ഉണ്ടാക്കി? ഡിസീസ് പിരമിഡിനെ ഉണ്ടാക്കി. ഈ പിരമിഡ് എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്കും നമുക്ക് ഓൾറെഡി നമ്മുടെ പിരമിഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്താണ്? ഈജിപ്തിലെ പിരമിഡ് അല്ലെ. പിരമിഡ് എന്ന് പറഞ്ഞാൽ ഒരു 4 സൈഡ് വരുന്ന ഒരു സ്ട്രക്ചർ ആണ്. ഈ 4 സൈഡ് എന്ന് പറയുന്നത് 4th സൈഡായിട്ട് നമുക്ക് ബേസിനെ കൺസിഡർ ചെയ്യാം അല്ലെ. അത് കഴിഞ്ഞിട്ട് മുകളിലോട്ട് ഒരു 3D ആസ്പെക്റ്റിൽ വരുന്ന 3 സൈഡ് ജോയിൻ ചെയ്യുന്നു, ടോപ്പിൽ ഇങ്ങനെ കൂന പോലെ നിൽക്കുന്നു. അതാണ് നമ്മുടെ കൺസെപ്റ്റിലെ പിരമിഡ്. സോറി. അപ്പൊ അതുപോലെ തന്നെ ചിന്തിച്ചാൽ മതി. അപ്പോ ഇവിടെ ഓൾറെഡി 3 സൈഡുകൾ ഉണ്ട്. ആരൊക്കെയാണ്? നമ്മുടെ വിറുലന്റ് പാത്തജൻ ഉണ്ട്, സസെപ്റ്റബിൾ ആയിട്ടുള്ള ഹോസ്റ്റ് ഉണ്ട്, ഫേവറബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ്. അപ്പൊ 4ാമത്തെ വശമായിട്ട് നമുക്ക് ആരെ കൺസിഡർ ചെയ്യാം? ടൈമിനെ കൺസിഡർ ചെയ്യാം. ഈ പറയുന്ന 3 കാര്യങ്ങളും ഒന്നിച്ചു വന്നെന്ന് തന്നെ വിചാരിച്ചോ. ഇത് 3ഉം ഒരു കൺസിഡറബിൾ പീരീഡ് ഓഫ് ടൈമിൽ അസോസിയേറ്റ് ചെയ്ത് ഒന്നിച്ച് നിൽക്കണം അല്ലെ. ആ ഒരു ടൈം അവിടെ കൊടുക്കണം നമ്മൾ. അപ്പോഴാണ് സക്സസ്ഫുള്ളി ഡിസീസ് അവിടെ ഡെവലപ്പ് ആവുന്നത്. സോ 4ാമത്തെ ഒരു അഡീഷണൽ കമ്പോണന്റിനെയും കൂടെ കൊടുത്തുകൊണ്ട് ഡിസീസ് ട്രയാങ്കിളിനെ ഡെവലപ്പ് ചെയ്ത് ഡിസീസ് പിരമിഡ് ആക്കി. സോ ദാറ്റ് ഈസ് ദ 4th കമ്പോണന്റ്. വിച്ച് ഈസ് ദ 4th കമ്പോണന്റ്? ടൈം ഈസ് ദ 4th കമ്പോണന്റ്. ഓക്കെ, ഇനി നോക്കിക്കോ. ടൈമിനെ 4th കമ്പോണന്റ് ആക്കി നമ്മൾ ആഡ് ചെയ്തു. 4th കമ്പോണന്റ് അല്ലെങ്കിൽ 4th സൈഡ് ആയിട്ട് നമുക്ക് പറയാം. അതുപോലെ ടൈമിനെ ഈ പറയുന്ന പിരമിഡിന്റെ ഹൈറ്റ് ആയിട്ടും പറയുന്ന കൺസെപ്റ്റുകളുണ്ട്. സോ അങ്ങനെ ചോദിച്ചാലും ടൈം തന്നെയാണ് ആൻസർ വരുന്നത്. സോ വിച്ച് ഈസ് ദ എലമെന്റ് റെപ്രസെന്റിങ് ദ ഹൈറ്റ് ഓഫ് ഡിസീസ് പിരമിഡ് എന്ന് ചോദിച്ചാലും ടൈം തന്നെയാണ് അവിടെ വരുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേ. ഈ ടൈമും എൻവയോൺമെന്റും എന്താണ് സസെപ്റ്റബിൾ ആയിട്ടുള്ള ഹോസ്റ്റും വിറുലന്റ് പാത്തജനും ഒക്കെ വന്നു. അപ്പൊ ഈ പിരമിഡിന്റെ മുകളിൽ ഒരു കൂന വരും ഇല്ലേ, ഒരു ടോപ്പ് വരും. ആ ടോപ്പിൽ നമ്മൾ ആര് പ്ലേസ് ചെയ്തു എന്നറിയോ? നമ്മൾ നമ്മളെ തന്നെ കൊണ്ടുപോയി പ്ലേസ് ചെയ്തു. എന്തിനായിരിക്കും നമ്മൾ പ്ലേസ് ചെയ്തത്? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അതായത് നമ്മൾ ഹ്യൂമൻ ഇന്റർവെൻഷൻസ് ഒരു ഡിസീസ് ഉണ്ടാവാനും ഡിസീസിനെ ഇല്ലാതാക്കാനും അല്ലേ കാരണമാവാറുണ്ട്. നമ്മൾ എന്തിനാ പത്തോളജി പഠിക്കുന്നത്? നമ്മൾ എന്തിനാ പ്ലാൻ പത്തോളജി പഠിക്കുന്നത്? പ്ലാൻ പത്തോളജിനെ പറ്റി പഠിച്ചിട്ട് നമുക്ക് വേണ്ട രീതിയിൽ അവരെ കൺട്രോൾ ചെയ്ത് നിർത്തണം നമുക്ക് അല്ലെ. നമുക്ക് വേണ്ട രീതിയിൽ അഗ്രികൾച്ചർ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് വേണ്ട ക്രോപ്പിനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ വരുന്ന ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാനാണ് നമ്മൾ ഇവരെ പഠിക്കുന്നത്. സോ നമ്മൾ നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടി അവിടുത്തെ ഡിസീസ് ഡെവലപ്മെന്റ് കൺട്രോൾ ചെയ്യുന്നു. അപ്പൊ ഡിസീസ് വരുത്താതിരിക്കാനും ഹ്യൂമൻ ഇന്റർവെൻഷൻസിന് കഴിയും എന്നർത്ഥം. അപ്പോ ഡിസീസ് ഡെവലപ്മെന്റിന് ഹ്യൂമൻ ഒരു കാരണക്കാരനാവുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ നിങ്ങൾ നോക്കിക്കേ, നമ്മൾ പല ഡിസീസുകളെ പറ്റി പഠിക്കുമ്പോഴും പറയും നമ്മുടെ ഇവിടെ ഇല്ലായിരുന്നു അല്ലെ. ഇൻവേസീവ് ആയിട്ട് വന്ന ഡിസീസാ, ഇൻവേസീവ് ആയിട്ട് വന്ന പെസ്റ്റാ. ഇതൊക്കെ എങ്ങനെയാ വരുന്നേ? ഒരു ചുമ്മാ ഇങ്ങ് വന്നതാണോ? അല്ല. ഹ്യൂമൻ ഏതെങ്കിലുമൊക്കെ ആസ്പെക്റ്റിൽ ഓരോ ഇന്റർവെൻഷൻസ് കൊടുത്ത ഭാഗമായിട്ട് നമുക്ക് ഇവിടെ പണ്ടില്ലാതിരുന്ന ഒരുപാട് ഡിസീസുകൾ ഇങ്ങോട്ട് വന്നില്ലേ, ഒരുപാട് പെസ്റ്റ് വന്നില്ലേ. അപ്പോ ഡിസീസ് വരുത്താനും അതിനെ നിയന്ത്രിക്കാനും ഒക്കെ നമുക്ക് പറ്റും. അതുകൊണ്ടാണ് ഹ്യൂമൻസിനെ അവിടെ ആഡ് ഓൺ ചെയ്തത്. ഇനി നോക്കിക്കോ, ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ഒരു മിനിറ്റേ. കാണുന്നുണ്ടല്ലോ അല്ലെ?
ഒന്ന് ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? കാണുന്നുണ്ടല്ലോ? ഞാൻ വേറൊരു PPT ആണ് എടുത്തത്, കാണുന്നുണ്ടല്ലോ? ഹലോ, ഓക്കെ താങ്ക് യു. അപ്പോ നോക്കൂ, ഡിസീസ് ട്രയാങ്കിളിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നതാണിത്. നമ്മളപ്പോ എന്തിനാണ് ഈ ഡിസീസ് ട്രയാങ്കിൾ പഠിക്കുന്നത്? ഈ പറയുന്ന 3 എലമെന്റിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ബ്രേക്ക് ചെയ്താൽ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ഡിസീസ് മാനേജ്മെന്റ് അല്ലേ? അതല്ലേ അവിടുത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഡിസീസ് മാനേജ്മെന്റ്. അതെ, ഇതിൽ ഏതെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ഡിസീസിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇതൊന്നും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് അത്ര വേണ്ട. ഓക്കെ, ഡിസീസ് ടെട്രാഹെഡ്രൻ അല്ലെങ്കിൽ ഡിസീസ് പിരമിഡ്, ഇതിനെയാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. അത് തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഡിസീസ് പിരമിഡ് എന്ന് പറഞ്ഞാലും ഡിസീസ് ടെട്രാഹെഡ്രൻ എന്ന് പറഞ്ഞാലും രണ്ടും ഒന്നാണെന്ന് ഓർമ്മിച്ചോളാം, കൺഫ്യൂസ്ഡ് ആവരുത് കേട്ടോ. ഡിസീസ് ട്രയാങ്കിളിന് ഒറ്റ പേരേ ഉള്ളൂ, ട്രയാങ്കിൾ. പിരമിഡ് വരുമ്പോൾ എയ്തർ ഇറ്റ് മേ ബി ടെട്രാഹെഡ്രൻ ഓർ ഡിസീസ് പിരമിഡ് എന്ന് നമ്മൾ പറയും. അപ്പൊ 4 കമ്പോണന്റ് ആണ് അവിടെ വരുന്നത്. ഡിസീസ് ട്രയാങ്കിളിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് ടൈമിനെയും ഹ്യൂമനെയും കൂടി നമ്മൾ ചേർത്ത് വെച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇവിടെ പറയുന്നുണ്ട് വീണ്ടും. ടൈം ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദ ഡിസീസ് പിരമിഡ് എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. ഓർ ടൈം ഈസ് ദ 4th കമ്പോണന്റ് ഓഫ് ദ ഡിസീസ് ടെട്രാഹെഡ്രൻ എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. അപ്പൊ എങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിലൊക്കെ അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത് കേട്ടോ. പിന്നെ ഒരു കാര്യം എക്സ്ട്രാ പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഡിസീസ് പിരമിഡിന്റെ അല്ലെങ്കിൽ ഡിസീസ് ടെട്രാഹെഡ്രന്റെ വോളിയം നോക്കിക്കോളൂ. ഇപ്പൊ നമുക്ക് ഈ 4 സൈഡിനെയും ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ നമുക്ക് ഇവരുടെ വോളിയം കാൽക്കുലേറ്റ് ചെയ്തൂടെ? ചെയ്യാൻ പറ്റും. ഈ ടെട്രാഹെഡ്രന്റെ വോളിയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഹൈറ്റ്, നമ്മൾ ടൈമിനെ ഹൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് ടെട്രാഹെഡ്രന്റെ ഇക്വേഷൻ പ്രകാരം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ വോളിയം ഓഫ് ഡിസീസ് പീരീഡ് ആണ് ഇവിടുത്തെ എമൗണ്ട് ഓഫ് ഡിസീസ് ഓൺ എ പെർട്ടിക്കുലർ പ്ലാന്റ് പോപ്പുലേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ എത്രത്തോളം ഡിസീസ് അവിടെ വന്നു എന്നും കൂടി നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ ഈ പറയുന്ന കൺസെപ്റ്റുകൾ ഉപകാരപ്പെടും. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, ടോപ്പ് ഓഫ് ദ പിരമിഡിൽ ആരാണ് ഇരിക്കുന്നത്? ടോപ്പ് ഓഫ് ദ ഡിസീസ് ടെട്രാഹെഡ്രൽ ആരാണ് ഇരിക്കുന്നത് ചോദിച്ചാൽ ദാറ്റ് ഈസ് ഹ്യൂമൻ അല്ലെങ്കിൽ മാൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ അതാണ് അതിന്റെ ഒരു കൺസെപ്റ്റ് പറയുന്നത്. ഇനി നോക്കിക്കോളൂ, നമ്മള് ടെർമിനോളജീസും ബേസിക് കൺസെപ്റ്റും ആണ് പറഞ്ഞു വരുന്നത്. അപ്പൊ ഇതില് ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്ലാന്റ് നോർമലായി ഫങ്ഷൻ ചെയ്തുകൊണ്ട് പോവാണ്. ഇപ്പൊ പ്ലാന്റ് അല്ല, നമ്മളായിക്കോട്ടെ, നമ്മൾ നോർമലായിട്ട് ഓക്കെ, നമ്മൾ ഹെൽത്തി ആണ്, നമുക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഡിസീസ് ഉണ്ടെന്ന് നമ്മൾ പറയും? ഇല്ല. എപ്പോഴാണോ നമ്മുടെ ഫങ്ഷൻസ്, നമ്മുടെ മെറ്റബോളിസം ഒക്കെ ഒന്ന് അബ്നോർമൽ ആയിട്ട് കാണിക്കാൻ തുടങ്ങുന്നത്, സോ അപ്പൊ നമുക്ക് മനസ്സിലാവും ഓക്കെ, സംതിങ് ഈസ് റോങ് അല്ലെ? ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഡിസീസ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളെ അബ്നോർമൽ ആക്കുന്നത് ഒരു പുറത്തുനിന്ന് വന്ന ഒരാളാണെങ്കിലോ, വേറെ ഒരാളുടെ ഇന്റർവെൻഷൻ കൊണ്ടാണ് നമുക്ക് ആ ഒരു അബ്നോർമാലിറ്റി അല്ലെങ്കിൽ പ്ലാന്റിന് ഒരു അബ്നോർമാലിറ്റി വരുന്നതെങ്കിൽ അതാണ് ഡിസീസ് അല്ലെ? ഒരു ഇൻഫെക്ഷ്യസ് ഏജന്റ്, ദാറ്റ് ഈസ് ദ പാത്തജൻ. ഓക്കെ, സോ പാത്തജൻ മൂലം, ഒരു ഇൻഫെക്ഷ്യസ് ഏജന്റ് മൂലം ഒരു പ്ലാന്റ് അബ്നോർമൽ ആയിട്ട് അത് ഫങ്ഷൻ ചെയ്യുവാണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ, ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഡിസീസ് എന്ന് പറയുന്നത്. പ്ലാന്റ് ആയിക്കോട്ടെ, അനിമൽ ആയിക്കോട്ടെ, വാട്ടെവർ, ഹോസ്റ്റ് അല്ലെ, ഹോസ്റ്റിന് നമ്മൾ പറയുന്നതാണ് ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോ ഞാൻ പറഞ്ഞു, നമ്മൾ അബ്നോർമൽ ആയിട്ട് നമുക്ക് ഫങ്ഷൻ ചെയ്യുമ്പോഴത്തേക്കും പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് വന്നുകൂടെ അങ്ങനെ ഒരു പ്രോബ്ലം, നമുക്കൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യാം. ഞാൻ പറഞ്ഞ ഒരു ഇൻഫെക്ഷ്യസ് ഏജന്റ്, പാത്തജൻ വരുമ്പോഴാണ് അവിടെ ഡിസീസ് എന്ന് പറഞ്ഞത്. ഒരു പാത്തജൻ ഒന്നും ഇല്ലാതെ തന്നെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ റീസൺസ് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ വരാറില്ലേ? ദാറ്റ് ഈസ് അബയോട്ടിക് ഏജൻസ് അല്ലെ? അബയോട്ടിക് ഏജൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ചിലപ്പോ നമ്മളൊരു കുറച്ച് അധികം നമ്മള് ഇപ്പൊ കുറച്ച് ചൂടുള്ള സ്ഥലമാണ് നമ്മുടേത് എന്ന് വിചാരിച്ചു, നമ്മൾ ഒത്തിരി തണുപ്പുള്ള സ്ഥലത്തോട്ട് പോയാൽ മേ ബി വിൽ ഗെറ്റ് സം ആൽറ്റിറ്റ്യൂഡ് സിക്നസ് ഒക്കെ വരാം. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് തണുപ്പ് സഹിക്കാൻ പറ്റാതെ എന്തെങ്കിലും കോൾഡ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് വരാറില്ലേ? സ്നീസ് ചെയ്യാം അല്ലെ? അപ്പൊ ആ ഒരു ഡിസ്കംഫർട്ട് അത് ആരെങ്കിലും ഒരു പാത്തജൻ ആണോ ഉണ്ടാക്കുന്നത്? അല്ല, നമ്മുടെ സറൗണ്ടിങ് എൻവയോൺമെന്റിന്റെ പ്രോബ്ലംസ് അല്ലെ അബയോട്ടിക് ഏജൻസ് അല്ലെ? എന്തൊക്കെയാണ്? നമ്മുടെ ഹീറ്റ്, ഹ്യൂമിഡിറ്റി, വാട്ടർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വരികയാണെങ്കിൽ അതിന് നമ്മൾ ഡിസോർഡർ എന്നാ പറയുന്നത്. നമുക്ക് മാത്രമാണോ അതൊക്കെ? അല്ല, പ്ലാന്റ്സും ഇതൊക്കെ സഫർ ചെയ്യുന്നുണ്ട്. സോ ആ ഒരു കാറ്റഗറിയിൽ നമ്മൾ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ പ്ലാന്റിന്റെ സ്ട്രെസ് കൊണ്ടാ വരുന്നത്
എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് അല്ലെ. വെള്ളം കിട്ടാതെ ഒത്തിരി ഡ്രോട്ട് അനുഭവിക്കേണ്ടി വന്നാൽ അവർ കരിഞ്ഞു പോകും. അത് ഏതെങ്കിലും ഒരു പാത്തജൻ ആണോ ആക്കുന്നത്? അല്ല. അപ്പൊ അത്രയേ ഉള്ളൂ. അതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അതില് കുറച്ചും കൂടി ഒന്ന് മനസ്സിലാക്കി തരാൻ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ കണ്ടോ? കാണുന്നുണ്ടല്ലോ അല്ലെ? ഇതാണ് ബേസിക്കലി നമ്മൾ ഒരു പ്ലാന്റ് ഡിസീസ് വരുത്തുന്നതിന്റെ ബേസിക് ആയിട്ടുള്ള കോസസ് ആയിട്ട് നമ്മൾ പറയുന്നത്. എയ്തർ ഇറ്റ് മേ ബി ബയോട്ടിക് ഫാക്ടേഴ്സ് ഓർ എബയോട്ടിക് ഫാക്ടേഴ്സ്. എബയോട്ടിക് ഫാക്ടേഴ്സിന്റെ കാര്യമാണ് ഇപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഡിസോർഡേഴ്സ് എന്ന് ഞാൻ പറഞ്ഞത്. ഈ എബയോട്ടിക് ഫാക്ടേഴ്സിനെ ഇനാനിമേറ്റ് ഫാക്ടേഴ്സ് ഓർ നോൺ ഇൻഫെക്ഷ്യസ് അല്ലെ, ഡിസീസ് പാത്തജൻ വരെയാണ് നമ്മൾ ഇൻഫെക്ഷ്യസ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എബയോട്ടിക് നോൺ ഇൻഫെക്ഷ്യസ് ഫാക്ടേഴ്സ് എന്ന് അവരെ പറയാം. അതുപോലെ നോൺ പാരസൈറ്റിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണെന്ന് പറയാം. അങ്ങനെ പല പല ഓൾട്ടർനേറ്റ് ടേംസ് നമുക്ക് ഇവിടെ പറയാം. ഓക്കെ, അപ്പോ ഏതൊക്കെ എബയോട്ടിക് ഫാക്ടേഴ്സ് ആണ് പ്ലാന്റ് ഡിസീസസ് എന്ന് പറയാൻ പറ്റില്ല, സ്റ്റിൽ എന്നാലും അങ്ങനെ കോസ് ആവുന്നത് നമുക്ക് പറയാൻ പറ്റുന്നത് ഏതാ? അഡ്വേഴ്സ് ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ആണ് നമ്മൾ പറഞ്ഞു അല്ലെ. പല പല ഡിഫറെന്റ് ആയിട്ടുള്ള അഡ്വേഴ്സ് ക്ലൈമാറ്റിക് കണ്ടീഷൻസ്. പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം ക്ലൈമറ്റ് മാത്രമാണോ അവരെ ബാധിക്കുന്നത്? അല്ല, അവര് മൂവ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ്. സോ അവര് നിൽക്കുന്ന സബ്സ്ട്രേറ്റ് സോയിലിലെ പ്രശ്നങ്ങളും അവരെ ബാധിക്കും അല്ലെ. സോയിലിൽ അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് നമുക്കറിയാം. സോയിൽ എന്തൊക്കെ അൺഫേവറബിൾ കണ്ടീഷൻസ് വരും അല്ലേ? യെസ്. ഇത് പോരാതെ പുറത്ത് നമ്മൾ മനുഷ്യന്മാരായിട്ടോ അനിമൽസ് ആയിട്ടോ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ഫിസിക്കൽ ഇഞ്ചുറീസ് അവർക്ക് കൊടുത്തെന്ന് വിചാരിച്ചോ, സ്ട്രെസ് അല്ലേ പ്ലാന്റിന്? അതെ, ഒബ്വിയസ്ലി ആണ്. ഇനി വേണ്ടത്ര ന്യൂട്രീഷണൽ എലമെന്റ്സ് കിട്ടുന്നില്ല എന്ന് വിചാരിച്ചോ, ഡെഫിഷ്യൻസീസ് കാണിക്കാം അല്ലെ. ഇനി കൊടുക്കണ ന്യൂട്രീഷൻസ് കൂടിപ്പോയെന്ന് വിചാരിച്ചോ, എന്താ ടോക്സിസിറ്റി കാണിക്കാം. നമ്മൾ കൊടുക്കുന്ന വളം കൂടിപ്പോയാലും കരിഞ്ഞു പോകും പ്ലാന്റ് അല്ലെ, അറിയാം. യെസ്. ഇനി ആ ലാസ്റ്റ് പോയിന്റ് നോക്കിക്കേ. ഇതാണ് പലർക്കും തെറ്റാൻ സാധ്യതയുള്ള ഒരു പോയിന്റ്. ഏതാണത്? വൈറസ് ആൻഡ് വൈറോയിഡ്സ്. അപ്പൊ വിചാരിക്കും വൈറസ് പാത്തജൻ അല്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത്? ഒന്നും കൂടി ഒന്ന് ചിന്തിച്ചേ. വൈറസ് ലിവിങ് തിങ് ആണോ? വൈറസ് ലിവിങ് തിങ് ആണോ? ആണ്. എപ്പോ? ഓൺലി ഇൻസൈഡ് ഓഫ് എ ഹോസ്റ്റ് സെൽ. അപ്പൊ മാത്രമാണ് ഒരു വൈറസ് ലിവിങ് തിങ് ആവുന്നത്. ഔട്ട്സൈഡ് ഓഫ് എ ലിവിങ് സെൽ ഇറ്റ് ഈസ് എ നോൺ ലിവിങ് തിങ്. അപ്പോ നമുക്ക് വൈറസ് സ്പെസിഫിക്കലി ഒരു ആനിമേറ്റ് ആയിട്ടുള്ള ബയോട്ടിക് ആയിട്ടുള്ള ഒരു ഡിസീസ് കോസിങ് ഫാക്ടർ ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. വൈറസ് പോലെ തന്നെയാണ് വൈറോയിഡിന്റെ കാര്യവും അല്ലെ. അപ്പോ വൈറസസ് ആൻഡ് വൈറോയിഡ്സിനെ ചില ടെക്സ്റ്റുകളിൽ നമ്മൾ ഇനാനിമേറ്റ് ഫാക്ടേഴ്സ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ നിൽക്കുന്ന ഒരാളായത് കൊണ്ട് മീസോബയോട്ടിക് ഫാക്ടേഴ്സ് എന്നും പറയാറുണ്ട് കേട്ടോ. മീസോബയോട്ടിക് ഫാക്ടർ ആയിട്ടും നമ്മൾ വൈറസ് ആൻഡ് വൈറോയിഡ്സിനെ പറയാറുണ്ട്. നിങ്ങളൊന്ന് നോട്ട് ചെയ്തേക്കണേ. എനിക്കിതിങ്ങനെ സ്ക്രീനിൽ എഴുതിയിടാനുള്ള വകുപ്പ് എൻ്റെ ഇല്ല. അപ്പൊ ഞാൻ ഈ എക്സ്ട്രാ എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ അത് നോട്ട് ചെയ്തോണം കേട്ടോ. അപ്പൊ വൈറസ് ആൻഡ് വൈറോയിഡ്സിനെ ഇനാനിമേറ്റ് ആയിട്ടും കൺസിഡർ ചെയ്യാറുണ്ട്. രണ്ടിന്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു വിഭാഗം ആയതുകൊണ്ട് മീസോബയോട്ടിക് ആയിട്ടും കൺസിഡർ ചെയ്യാറുണ്ട്. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സോ ഇനാനിമേറ്റിനെ പറ്റി പറഞ്ഞു. ആനിമേറ്റ് ആകുമ്പോഴത്തേക്കും അപ്പൊ എന്തായാലും നിങ്ങൾക്ക് അറിയാം ഓൾറെഡി പാത്തജൻസ്. നമ്മൾ ഇത്രയും നാളും ബി.എസ്.സി അഗ്രികൾച്ചർ പ്ലാന്റ് പത്തോളജി പഠിച്ച എല്ലാ ആൾക്കാരും ഉണ്ട് അവിടെ. യെസ്, ആനിമേറ്റിനെ നമുക്ക് ബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയാം, ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് പറയാം, പാരസിറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് പറയാം അല്ലെ. മറ്റിടത്ത് പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ടേംസുകൾ ഇവിടെ പറഞ്ഞാൽ മതി. അപ്പൊ അതാരൊക്കെയാണ്? നമുക്കറിയുന്ന പ്ലാന്റ് പാത്തജൻസ് ആണ്. ബാക്ടീരിയ ഉണ്ട്, ഫംഗൈ ഉണ്ട്, പ്രോട്ടോസോവ, മോളിക്യൂട്സ് അല്ലെ. മോളിക്യൂട്സിൽ ആരാ വരുന്നത്? ഫൈറ്റോപ്ലാസ്മയും സ്പൈറോപ്ലാസ്മയും ഒക്കെ വരും. നമ്മുടെ ആൽഗെ, നെമറ്റോഡ്സ്. ദെൻ ഈ പറയുന്ന ചെറിയ ചെറിയ ആൾക്കാർ മാത്രമാണോ? അല്ല. ഫെനറോഗമിക് പാരസൈറ്റ്സ്, അത് ആരാന്നറിയോ? അറിയാം. ആരാണ്? പ്ലാന്റ്സ് തന്നെ പ്ലാന്റ്സിന് വില്ലന്മാരാവുന്ന കണ്ടീഷനാണ് ഫെനറോഗമിക് പാരസൈറ്റ്സ് അല്ലേ. ആൻജിയോ സ്പെർമിക് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെ പ്ലാന്റ്സിന് പാരസൈറ്റൈസ് ചെയ്യുന്ന കണ്ടീഷനെയാണ് നമ്മൾ ഫെനറോഗമിക് പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. നോക്കിക്കേ, അവിടെ നമ്മൾ ലിസ്റ്റ് ചെയ്തപ്പോൾ വൈറസിനെ ഇട്ടില്ല. നമ്മുടെ കൺസെപ്റ്റിൽ വൈറസ് പ്ലാന്റ് പാത്തജൻ തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഒരു ആസ്പെക്ട് എടുത്ത് നോക്കുമ്പോൾ വൈറസ് എയ്തർ ഇറ്റ് മേ ബി ഇനാനിമേറ്റ് ഓർ മീസോബയോട്ടിക് എന്നും നമ്മൾ പറയും. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഈ ഇനാനിമേറ്റ് ഒരു ബയോട്ടിക് ഓർ നോൺ ഇൻഫെക്ഷ്യസ് അല്ലെങ്കിൽ നോൺ പാരസിറ്റിക് നമ്മൾ ആദ്യം പറഞ്ഞ കാറ്റഗറിയിൽ പറയുന്ന ആൾക്കാരാണ്. അതിൽ ഓരോത്തിലും എന്തൊക്കെ വരാമെന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വിട്ടാൽ മതി. ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ അഡ്വേഴ്സ് ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, ഇത് ഇങ്ങനെ കോമൺ സെൻസിൽ ഒന്ന് ചിന്തിച്ചാൽ തന്നെ കിട്ടുന്ന കാര്യങ്ങളേ ഉള്ളൂ. എന്താണ്? ടെമ്പറേച്ചർ പറ്റിയില്ലെങ്കിൽ നമുക്കും ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. പ്ലാന്റ്സിനും അതുപോലെ തന്നെ. ലൈറ്റ് നമുക്ക് വേണ്ടേ? അവർക്ക് എന്തായാലും വേണം. എന്തിനാ? ഫോട്ടോസിന്തസിസ്, ലൈറ്റ് ഇല്ലാതെ പറ്റില്ല. ദെൻ വിൻഡ് നമുക്കറിയാം. നമ്മൾ ഒരു
വലിയ എന്താണ് കൊടുങ്കാറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും പ്ലാന്റ്സിന് ഭയങ്കരമായിട്ടുള്ള ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത് അല്ലെ. വിൻഡ്. ദെൻ ഹ്യൂമിഡിറ്റി. ഒബ്വിയസ്ലി നമുക്കറിയാം ഹ്യൂമിഡിറ്റി പ്രശ്നം തന്നെയാണ്. എല്ലാ പ്ലാന്റ്സിനും ഓവർ ഹ്യൂമിഡിറ്റിയും പറ്റില്ല, ലെസ് ഹ്യൂമിഡിറ്റി പറ്റില്ല അല്ലേ. ദാറ്റ് ഡിപ്പെൻസ്. ഇനി സോയിലും നമ്മൾ പറഞ്ഞു നമുക്ക് പോലെയല്ല പ്ലാന്റ്സിന് അവര് സോയിലിൽ നിൽക്കുമ്പോൾ സോയിൽ അവരെ അഫക്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പം സോയിലിന്റെ മോയ്സ്ചർ കണ്ടന്റ്, സോയിലിന്റെ ആ ടെക്സ്ചർ, സ്ട്രക്ചർ അല്ലെ, ക്രംബി, ഗ്രാനുലാർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സോയിൽ പഠിക്കുന്ന ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പ്ലാന്റിന് വേണം. ഇപ്പൊ നമ്മള് വയലില് നെല്ല് നമ്മൾ വയലിൽ കൊടുത്തു, ആ ഒരു സാധനത്തിന് കരനെല്ലുണ്ട്, എന്നാലും ഈ പറയുന്ന ആ ഒരു സോയിൽ കണ്ടീഷൻ സ്പെസിഫിക് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ടല്ലോ, അത് വേറൊരു കണ്ടീഷനിൽ അത്ര നന്നായിട്ട് കിട്ടുമോ? ഇല്ല. അപ്പൊ അത് തന്നെയാണ് സോയിലിന്റെ അൺഫേവറബിൾ കണ്ടീഷൻസ്. പിന്നെ സോയിലിന്റെ pH അല്ലെ, ആൽക്കലൈൻ ആണോ അസിഡിക് ആണോ, ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഇഞ്ചുറീസ് നമ്മൾ നേരത്തെ പറഞ്ഞു, മെക്കാനിക്കലോ ഫിസിക്കലോ കെമിക്കലോ. കെമിക്കൽ എന്താ, നമ്മൾ ഫെർട്ടിലൈസേഴ്സ് ഓവറായിട്ട് അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സ് ഓവറായിട്ട് കൊടുക്കുമ്പോൾ ഇഞ്ചുറീസ് വരും, ടോക്സിസിറ്റി അടിച്ചിട്ട് അല്ലേ. അതെ. ഇനി ന്യൂട്രീഷണൽ ഇംബാലൻസ് ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്, വേണ്ടത്ര കിട്ടാതെ വരുമ്പോൾ ഡെഫിഷ്യൻസി കൂടിപ്പോയാൽ ടോക്സിസിറ്റി. ഇതേ അപ്പുറത്ത് വീണ്ടും നമ്മുടെ വൈറസ് ആൻഡ് വൈറോയിഡ്സ് ഉണ്ട്. ക്ലിയർ അല്ലേ? യെസ്. പിന്നെ ഇതിന്റെ ഇൻ ഡീറ്റെയിൽഡ് ഒക്കെ ആയിട്ട് പോകുന്നതാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് അത്രയൊന്നും വേണ്ട. ഞാൻ എന്റെ ഒരു ഇതിൽ പറയുവാണ്, സോയിൽ കൺസർവേഷന് സിലബസ് സെയിം തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എത്രത്തോളം പത്തോളജിക്കൊക്കെ ഒരു വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോയിൽ കൺസർവേഷൻ ആകുമ്പം കൂടുതലും സോയിൽ ആൻഡ് റിലേറ്റഡ് സബ്ജക്ട് അഗ്രോണമിക്കൊക്കെ ആയിരിക്കും കൂടുതൽ മാർക്ക് വരുന്നതെന്ന് ആണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മുന്നത്തെ AOയ്ക്ക് എടുത്ത പോലെ ഓവറായിട്ട് ഇൻ ഡെപ്തിലൊന്നും നമുക്ക് പോവാത്തത്. അതിനുള്ള സമയവുമില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സർഫസ് ലെവലില് കാര്യങ്ങൾ പറഞ്ഞു വിടുന്നത്. നിങ്ങൾ ഓൾറെഡി നോക്കിയിട്ട് വന്നതും കൂടെ ആണല്ലോ അല്ലെ. യെസ്. അപ്പൊ അത്രയാണ് നമുക്ക് അതിന്റെ പറയാനുള്ളത്. ദെൻ മൂവിങ് ടു നെക്സ്റ്റ് ടെർമിനോളജീസ്. പാത്തജൻ. പാത്തജൻ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, അസുഖം ഉണ്ടാക്കുന്ന ആള്, ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള അസുഖം ഉണ്ടാക്കുന്ന ആളാണ്. സോ ഇറ്റ് ഈസ് ആൻ എൻറ്റിറ്റി ദാറ്റ് ക്യാൻ ഇൻസൈറ്റ് ഓർ കോസ് ഡിസീസ് അല്ലെ, ഡിസീസ് ഓൺ ലിവിങ് ഓർഗാനിസം. അപ്പം ആ പെർട്ടിക്കുലർ എൻറ്റിറ്റിനെയാണ് നമ്മൾ പാത്തജൻ എന്ന് പാത്തോളജിയിലെ ടെർമിനോളജി കൊടുത്തിട്ടുള്ളത്. യെസ്. ഇനി പാരസൈറ്റ് എന്താണ്? പാരസൈറ്റും പാത്തജനും ഒന്നാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് നിങ്ങൾക്ക് പലർക്കും ഉണ്ടായിരിക്കും. അത് തെറ്റാണ്. അത് രണ്ടും രണ്ടാണ് എന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. എ പാത്തജൻ ആസ് ഓൾവേസ് എ പാരസൈറ്റ് ആണ്, ബട്ട് എ പാരസൈറ്റ് ഈസ് നോട്ട് ഓൾവേസ് എ പാത്തജൻ. എന്താണ് അപ്പോ പാരസൈറ്റ് എന്ന് പറഞ്ഞാല്? പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? വേറൊരു ലിവിങ് ഓർഗാനിസത്തിൽ പോയി അറ്റാച്ച് ചെയ്തിട്ട് ഇവർക്ക് ജീവിക്കാനുള്ള കാര്യങ്ങൾ മാത്രം വലിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. മറ്റേ ആള് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫുഡ്, അല്ലെങ്കിൽ അയാൾ വലിച്ചെടുത്ത് അയാൾക്ക് വേണ്ടി സേവ് ചെയ്ത് വെച്ചിരുന്ന ന്യൂട്രിയൻസ്, അല്ലെങ്കിൽ അയാൾ നിൽക്കുന്ന ആ പെർട്ടിക്കുലർ ഹാബിറ്റ്, ഇതിനെയൊക്കെ കയറി അങ്ങ് ഓസ എന്ന് നമ്മൾ പറയുമല്ലോ മലയാളത്തിൽ, ആ പരിപാടി ചെയ്യുന്ന ആളാണ് പാരസൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അയാൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാത്തിനും കൂടെ പോയിട്ട് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ഊറ്റിയെടുക്കുന്ന പരിപാടി ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ പാരസൈറ്റ് എന്ന് എപ്പോഴും പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ പാരസൈറ്റ് ഈ പറയുന്ന ആളെ ഊറ്റുന്ന വഴി അയാൾക്ക് കുറച്ച് ക്ഷീണോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. തിരിച്ചും നല്ല കാര്യങ്ങൾ കൊടുത്ത് ഒരു നല്ല ടേംസിൽ പോകുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ ഈ പറയുന്ന പാരസൈറ്റ് പോയി വലിച്ചെടുത്തോണ്ട് മാത്രം ഇരുന്നാലും മറ്റേ ആൾ വിചാരിക്കാം എന്തെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ, ഞാൻ ഇത്തിരി കൂടെ കഷ്ടപ്പെട്ട് എടുക്കാന്ന് വിചാരിച്ചാൽ വലിയ പ്രശ്നമൊന്നുമില്ല. ആർക്ക്? ഹോസ്റ്റിന് വലിയ പ്രശ്നമില്ല. പക്ഷേ ഈ പറയുന്ന പല ആൾക്കാരും, പാരസൈറ്റ് ആയിട്ട് കയറുന്ന പല ആൾക്കാരും അവിടെ കയറിയിരുന്ന ന്യൂട്രിയൻസ് വലിച്ചെടുക്കുന്നതിന്റെ കൂടെ എന്ത് ചെയ്യും? ഹോസ്റ്റിന് അസുഖവും കൂടെ കൊടുക്കും, ഹോസ്റ്റിന് ഡിസീസും കൂടെ കൊടുക്കുമ്പോഴാണ് ഒരു പാരസൈറ്റ് പാത്തജൻ ആവുന്നത്. ക്ലിയർ അല്ലേ? പാരസൈറ്റ് പ്ലാന്റിന് അല്ലെങ്കിൽ ഹോസ്റ്റിന് ഒരു ഡിസീസ് കോസ് ചെയ്യുന്ന ലെവലിലോട്ട് എത്തുമ്പോഴാണ് അതിന് നമ്മൾ പാത്തജൻ എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ പണ്ടും കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ്? എ പാത്തജൻ ഈസ് ഓൾവേസ് എ പാരസൈറ്റ്, ബട്ട് എ പാരസൈറ്റ് ഈസ് നോട്ട് ഓൾവേസ് എ പാത്തജൻ. ഇത് കറക്റ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത്. കറക്റ്റ് ആണ് അല്ലെ? ഒരു പാരസൈറ്റ് എപ്പോഴും പാത്തജനിക് ആവണം എന്നില്ല. അപ്പം ഈ കൺസെപ്റ്റ് തിരിഞ്ഞു പോകാതെ പഠിച്ചിരിക്കുക. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിൽ തിരിച്ചും മറിച്ചൊക്കെ ചോദിച്ചാലും കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം കേട്ടോ. യെസ്. ദെൻ മൂവിങ് ടു നെക്സ്റ്റ് ടേം, ദാറ്റ് ഇസ് പാത്തോജെനിസിറ്റി. പാത്തോജെനിസിറ്റി നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ടേം ആയിരിക്കും പാത്തോളജിയിൽ. എന്താണ്? പാത്തജനെ പറ്റി നമ്മൾ പറഞ്ഞു, അസുഖം ഉണ്ടാക്കുന്ന ആളാന്ന് പറഞ്ഞു. സോ പാത്തോജെനിസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ പാത്തജൻ ടു കോസ് ദ ഡിസീസ്. അതായത് ഈ പറയുന്ന പാത്തജനെ എത്രത്തോളം ഇവർക്ക് അസുഖം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, അസുഖം ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു പാത്തജൻ ആണോ
എബിലിറ്റി, അവന്റെ കഴിവ്, അതിനെയാണ് നമ്മൾ ഒരു ടേം കൊടുത്ത് പറയുന്നത്, ദാറ്റ് ഇസ് പാത്തോജനസിറ്റി. സോ വാട്ട് ഈസ് പാത്തോജനസിറ്റി എന്ന് ചോദിച്ചാൽ സിംപ്ലി ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ പാത്തോജൻ ടു കോസ് ഡിസീസ്. അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇനി ഒരു ഇത്രയും കൂടി നമ്മൾ കയറ്റി പറയാൻ പോവാണ്. പാത്തോജനസിറ്റിനെ തന്നെ ഇത്രയും കൂടി കയറ്റി പറയും. എന്താണ്? ദ ഡിഗ്രി ഓഫ് പാത്തോജനസിറ്റി. ഓക്കെ, ഫസ്റ്റ് പാത്തോജൻ വന്നു, സെക്കൻഡ് പാത്തോജൻ വന്നു, രണ്ടുപേരും അസുഖം ഉണ്ടാക്കുന്നുണ്ടേ. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരുത്തൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും പ്ലാന്റിന് കിട്ടുന്ന സിംറ്റംസ് ഒക്കെ കുറവാ, പക്ഷെ രണ്ടാമത്തെ ഭയങ്കര സ്ട്രോങ് ആ. അവനും അസുഖം ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ മറ്റവനെക്കാളും ഭയങ്കരമായിട്ടുള്ള സിംറ്റംസ് ആണ് പ്ലാന്റിന് കൊടുക്കുന്നത്. അപ്പൊ എന്താ? രണ്ടുപേരും അസുഖം ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ ഡിഗ്രി വ്യത്യാസമാണ്. മനസ്സിലായോ? അപ്പോ അതാണ് എന്ത്? വിറുലൻസ് എന്ന് പറയുന്നത്, ഒരു പാത്തജന്റെ വിറുലൻസ് എന്ന് പറയുന്നത്. സോ സിംപ്ലി വിറുലൻസ് എന്താണെന്ന് ചോദിച്ചാൽ ദ ഡിഗ്രി ഓഫ് പാത്തോജനസിറ്റി, അല്ലെ? ഡിഗ്രി ഓഫ് പാത്തോജനസിറ്റി. അവിടെ നമ്മൾ ഈ ടേം പറയുന്നത് പാത്തജനെ പറ്റിയിട്ടാണ്. ഓക്കെ അല്ലെ? പാത്തോജനസിറ്റിയും വിറുലൻസും ഒക്കെ പാത്തജനെ പറ്റി പറയുന്ന ടേമുകളാണ്. സോ എബിലിറ്റി ഓഫ് എ പാത്തജൻ ടു കോസ് ഡിസീസ് ആണ് പാത്തോജനസിറ്റി. അത് എത്രത്തോളം ഉണ്ടാക്കുന്നുണ്ട്, ഡിഗ്രി ഓഫ് പാത്തോജനസിറ്റി ആണ് വിറുലൻസ് എന്ന് പറയുന്നത്, അല്ലെ? അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, ഡിസീസ് പ്രൊഡ്യൂസിങ് പവർ, എത്ര പവറിലാണ് ഉണ്ടാക്കുന്നത്, അത് തന്നെയാണ് അവിടെ ഉദ്ദേശിച്ചത്. സോ ഈ ടേം മാറിപ്പോകരുത്, പാത്തോജനസിറ്റി, വിറുലൻസ്. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ നമ്മൾ നേരത്തെ ഡിസീസ് ട്രയാങ്കിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ത്? വിറുലന്റ് ആയിട്ടുള്ള പാത്തജൻ വരണമെന്ന്. ഇപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തിനാണ് അവിടെ വിറുലന്റ് പറഞ്ഞതെന്ന് ആ വാക്ക്, അല്ലെ? അതാണ് വിറുലന്റ്, അവിറുലന്റ് എന്നുള്ള ഈ വിറുലൻസിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു പാത്തജൻ വിറുലന്റ് ആണോ അവിറുലന്റ് ആണോ എന്നൊക്കെ നമ്മൾ പറയുന്നത്. മനസ്സിലായോ? യെസ്. അപ്പൊ നോക്കിക്കേ, അടുത്ത വിറുലന്റ് പാത്തജൻ എന്താ? ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും എന്താണ് വിറുലന്റ് പാത്തജൻ. ഒരു ഹോസ്റ്റും ഒരു പാത്തജനും കൂടി ഇന്ററാക്ഷനിൽ വരുമ്പോഴത്തേക്കും അത് സക്സസ്ഫുൾ ആയിട്ട് അവിടെ ഒരു ഡിസീസ് ഉണ്ടാക്കിയിരിക്കണം. അപ്പൊ നമ്മൾ പറയും, ഓക്കെ, ഇവൻ കൊള്ളാം, ഇവന് ഡിസീസ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. സോ ഹി ഈസ് എ വിറുലന്റ് പാത്തജൻ. ക്ലിയർ അല്ലേ? യെസ്. ഇനി അവിറുലന്റ് അപ്പൊ എന്താ? നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അങ്ങ് ചിന്തിച്ചാൽ മതി. ഹോസ്റ്റും പാത്തജനും കൂടെ ഇന്ററാക്ട് ചെയ്യാൻ വന്നു, കുറെ നേരമൊക്കെ നോക്കിയിട്ടൊന്നും നടക്കുന്നില്ല, വലിയ കാര്യമായിട്ട് അസുഖം ഒന്നും വരുത്താൻ ഇവനെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല, അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ ആക്കി പോകുന്നുള്ളൂ. സോ കാര്യമൊന്നുമില്ല, ഇവൻ ഒരു അവിറുലന്റ് പാത്തജന, ഇവൻ അടുത്തിരുന്നെന്ന് പറഞ്ഞു പ്ലാന്റിന് വലിയ പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല. മനസ്സിലായോ? അപ്പൊ ഹോസ്റ്റ് അവിടെ റെസിസ്റ്റന്റ് ആണ്. നീ വന്നാലും എനിക്കൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഹോസ്റ്റ് നല്ല റെസിസ്റ്റന്റ് ആയിട്ട് അവിടെ നിൽക്കുവാണ്. സോ അതാണ് അവിറുലന്റ് പാത്തജൻ. വിറുലന്റ്, അവിറുലന്റും വിറുലൻസും ഇത്രയും ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ പാത്തോജനസിറ്റിനെ നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത സാധനമാണ് പാത്തോജനസിസ്. പാത്തോജനസിസ് എന്ന് പറഞ്ഞുള്ളത് ചിലർക്ക് മാറിപ്പോകുന്ന രണ്ട് ടേമുകളാണ്, പാത്തോജനസിറ്റിയും പാത്തോജനസിസും. നമ്മൾ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പണ്ട് എക്സാംസിൽ എഴുതിയിട്ടുണ്ടായിരിക്കും ഈ രണ്ട് ടേംസിന്റെ ഡിഫറൻസ് എന്താണ്. സോ പാത്തോജനസിസ് എന്ന് പറഞ്ഞാൽ സിമ്പിളാ, ഒന്നുമില്ല, ഡിസീസ് സൈക്കിളാണ്. ഡിസീസ് സൈക്കിളിനെ പറയുന്ന വേറൊരു പേരാണ് പാത്തോജനസിസ്. മനസ്സിലായോ? പാത്തോജനസിസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഡിസീസ് കംപ്ലീറ്റ്ലി ഡെവലപ്പ് ചെയ്ത് വരാനുള്ള ഇവന്റ്സ്, ചെയിൻ ഓഫ് ഇവന്റ്സ് ഓഫ് ഡിസീസ് ഡെവലപ്മെന്റ് ആണ് പാത്തോജനസിസ്. അതാണ് ഒരു സൈക്കിൾ, അല്ലേ? ഡിസീസിന്റെ സൈക്കിൾ, അത്രയേ ഉള്ളൂ. അത് തന്നെയാണ് ആ എഴുതി വെച്ചിരിക്കുന്നത്. ദ പ്രോഗ്രസ് അല്ലെങ്കിൽ ദ സീക്വൻസ് അല്ലെങ്കിൽ ദ ചെയിൻ ഓഫ് ഇവന്റ്സ് ലീഡ്സ് ടു ഡിസീസ് ഡെവലപ്മെന്റ്. ക്ലിയർ അല്ലേ? അപ്പൊ പാത്തോജനസിസും പാത്തോജനസിറ്റിയും മാറിപ്പോവരുത്. യെസ്. ഇനി അങ്ങനെയാണെങ്കിൽ എന്താണ് ഇനോക്കുലം? ഇനോക്കുലം പാത്തജനെ പറ്റി നമ്മൾ പറഞ്ഞു, അസുഖം ഉണ്ടാക്കുന്ന ആളാണ്, അദ്ദേഹത്തിന്റെ കഴിവ്, അല്ലെ? വിറുലൻസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു, പാത്തോജനസിറ്റിനെ പറ്റി പറഞ്ഞു. അപ്പൊ എന്താണ് ഇനോക്കുലം? ഒരു പാത്തജൻ നമുക്ക് പ്രസന്റ് ആയിട്ട്, അതായത് നമുക്കിപ്പോ കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു അസുഖം ഉണ്ടാക്കാൻ ഒറ്റ പാത്തജനായിട്ട് വന്നാലും ഒരു കൂട്ടമായിട്ട് വരുന്ന പോലെ. മനസ്സിലായോ? ഒരു പാത്തജൻ അല്ലെങ്കിൽ ഒരു പാത്തജന്റെ ഒരു പെർട്ടിക്കുലർ പാർട്ട്, അതിന്റെ മൈസീലിയമോ അതിന്റെ സ്ക്ലീറോഷ്യോ അല്ലെങ്കിൽ അതിന്റെ ഒരു സ്പോറോ, അങ്ങനെ ഒരു പാർട്ട് ഓഫ് ദ പാത്തജൻ, അല്ലെങ്കിൽ ഈ പാത്തജൻ ഉണ്ടാക്കുന്ന എന്തെങ്കിലും പ്രൊഡക്റ്റ്, അതാണ് സ്പോർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. പാത്തജൻ റീപ്രൊഡ്യൂസ് ചെയ്ത് കിട്ടുന്നതാണല്ലോ സ്പോർ. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്ന പാത്തജൻ ഇറ്റ്സെൽഫ് അല്ലെങ്കിൽ പാത്തജന്റെ എന്തെങ്കിലും പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പാത്തജന്റെ ഒരു പാർട്ട് ഒക്കെ ആയിട്ട് ഒരു അസുഖം ഉണ്ടാക്കാനായിട്ട് ഹോസ്റ്റുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ആ ഒരു പെർട്ടിക്കുലർ ഒരു തിങ്, അതിനെയാണ് നമ്മൾ ഇനോക്കുലം എന്ന് പറയുന്നത്. അതായത് ഇൻഫെക്റ്റീവ് പ്രൊപ്പഗ്യൂൾസ്, ഡിസീസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന പ്രൊപ്പഗ്യൂൾസ് പാത്തജന്റെ. അപ്പം അത് ടുഗദർ ആയിട്ട് നമ്മൾ ഇനോക്കുലം എന്ന് പറയും, അല്ലെ? ഇനോക്കുലം എന്നുള്ള വാക്ക് നമ്മൾ ഡെയിലി ലൈഫിലും യൂസ് ചെയ്യുന്നതാണ്. അപ്പം നമ്മളിപ്പം പാലിനെ തൈരാക്കാനായിട്ട് തൈരിന്റെ മുന്നത്തേന്റെ ബാക്കിയിരിക്കുന്ന കുറച്ചിട്ട് കൊടുക്കും, അതെന്താണ്? അത് ഇനോക്കുലമാണ്.
അല്ലെ? അത് അത്രേ ഉള്ളൂ. അതാണ് കൺസെപ്റ്റ്. അതായത് അത് അങ്ങനെ ആവാനായിട്ട് നമ്മൾ ആദ്യത്തെ കുറച്ച് ഇട്ട് കൊടുക്കുന്നു. അപ്പൊ ഇവിടെ ഡിസീസ് ഉണ്ടാവാനായി പാത്തജനെ ഇത്തിരി ഇട്ട് കൊടുക്കുന്നു. അതാണ് ഇനോക്കുലം. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഇതിൽ തന്നെ പ്രൈമറി ഇനോക്കുലം വരുന്നുണ്ട്, സെക്കൻഡറി ഇനോക്കുലം വരുന്നുണ്ട്. പ്രൈമറി ഇനോക്കുലം ആണ് ഒരു സ്ഥലത്ത് എപ്പോഴും ഡിസീസിനെ തുടങ്ങി വെക്കുന്നത്. പ്രൈമറി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ആരംഭം, അല്ലെ? സ്റ്റാർട്ടിങ് എന്നൊക്കെ തന്നെയാണ്. അപ്പം ആ ഒരു കൺസെപ്റ്റ് മതി ഇവിടെ. പ്രൈമറി ഇനോക്കുലം എന്ന് പറഞ്ഞാല് അസുഖം തുടങ്ങി വെക്കുന്ന ഡിസീസ് സൈക്കിളില് ഒരു ഫീൽഡിലോട്ട് പോയാൽ അവിടെ ആർക്കും ഒരു പ്രശ്നമില്ല, ഒരു പ്ലാന്റും പ്രശ്നമില്ല, ഹെൽത്തിയാണ്. അവിടെ പക്ഷെ ഡിസീസ് തുടങ്ങി വെക്കാനായിട്ട് വരുന്ന ഒരു ഇനോക്കുലം, എവിടെന്നോ വരുന്ന ഒരു ഇനോക്കുലം, അതാണ് പ്രൈമറി ഇനോക്കുലം. മനസ്സിലായോ? യെസ്. സോ സ്റ്റാർട്ടിങ് ദ ഡിസീസ്, ഇനിഷ്യേഷൻ ഓഫ് ഡിസീസ്, ദാറ്റ് ഇസ് എ സോഴ്സ് ഓഫ് ദ ഡിസീസ്, അതാണ് പ്രൈമറി ഇനോക്കുലം. അങ്ങനെയാണെങ്കിൽ എന്താ സെക്കൻഡറി ഇനോക്കുലം? ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണും അല്ലേ? അത് പോകെ ഡിസീസ് സൈക്കിൾ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോകെ ഇതിങ്ങനെ മാസ്സായിട്ട് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പാത്തജൻ ആവുന്ന പണിയൊക്കെ ചെയ്യും അല്ലേ? അപ്പം ഇതിങ്ങനെ ഡിസീസ് സൈക്കിൾ പോകുന്നതിന്റെ ഇടയ്ക്ക് ആള് സ്വന്തമായിട്ട് അസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയൊക്കെ മാക്സിമം നമ്പർ ഓഫ് സ്പോർട്സിന് ഇതിനുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ? എന്തിനാണ്? ഈ ചെറിയ പീരീഡിനുള്ളിൽ ഇത്രയും ഏരിയ അവന് കവർ ചെയ്യണ്ടേ? എന്താണ്? ഈ ക്രോപ്പ് സൈക്കിൾ കുറവാണ്, അതുപോലെ പാത്തജന്റെയും ലൈഫ് സൈക്കിൾ കുറവാണ്. അപ്പൊ ഈ പീരീഡ് തീരുന്നതിന് മുന്നേ തന്നെ എനിക്ക് മാക്സിമം സാധനങ്ങൾ നശിപ്പിക്കണം എന്നുള്ള ഒരു ഐഡിയ പാത്തജൻ ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ സൈക്കിളിനുള്ളിൽ തന്നെ മാക്സിമം അസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് വീണ്ടും കുറെ സാധനങ്ങൾ അവൻ ഉണ്ടാക്കും, പ്രൊപ്പഗ്യൂൾസിന് ഉണ്ടാക്കും. അതാണ് സെക്കൻഡറി ഇനോക്കുലം. ഇപ്പൊ ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ സെക്കൻഡറി ഇനോക്കുലം ആണ് മാക്സിമം സ്പ്രെഡ് ചെയ്യാൻ സഹായിക്കുന്നത്, ഡിസീസിനെ സ്പ്രെഡ് ചെയ്യാൻ സഹായിക്കുന്നത്. സോ പ്രൈമറി ഇനോക്കുലം ലീഡ്സ് ടു ദ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഇനിഷ്യേഷൻ ഓഫ് ദ ഡിസീസ് ആൻഡ് സെക്കൻഡറി ഇനോക്കുലം ലീഡ്സ് ടു ദ സ്പ്രെഡിങ് ഓഫ് ദ ഡിസീസ്. ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഇനോക്കുലത്തിനെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പം ഇനോക്കുലം പൊട്ടൻഷ്യൽ എന്താണെന്ന് അറിയണം. ഇനോക്കുലം പൊട്ടൻഷ്യൽ എന്താണെന്ന് അറിയണം. സോ ദാറ്റ് ഇസ് ദ എനർജി ഓഫ് ഗ്രോത്ത് ഓഫ് എ പാത്തജൻ അവൈലബിൾ ഫോർ ഇൻഫെക്ഷൻ. ഇനോക്കുലം അത്രയും വന്നു. ആ ഇനോക്കുലം അവിടെ വന്നെങ്കിലും അത് എത്രത്തോളം പവർഫുൾ ആയിട്ട്, എത്രത്തോളം എനർജിയോടുകൂടി ഡിസീസ് ഉണ്ടാക്കാനായിട്ട് വളർന്നു വരുന്നു. ഇപ്പൊ കുറെ ഇനോക്കുലം വന്നെന്ന് വിചാരിച്ചോ, ഇപ്പൊ നമ്മൾ തന്നെ പറയില്ലേ, സീഡിന്റെ ജെർമിനേഷൻ പെർസെന്റേജ് നമ്മൾ പറയില്ലേടാ, ആ കൺസെപ്റ്റ് ആണ് കേട്ടോ ഇവിടെ. അപ്പൊ നോക്കിക്കോ, നമുക്കിപ്പോ പറയാം പാത്തജന്റെ സീഡായിട്ട് നമ്മൾ സ്പോറിനെ കൺസിഡർ ചെയ്തു, കുറെ സ്പോർ ഇങ്ങോട്ട് വന്നു. ഇപ്പം നല്ല ജെർമിനേഷൻ പെർസെന്റേജ് ഉള്ളവരായിരിക്കും കൂടുതൽ നന്നായിട്ട് പെട്ടെന്ന് വളർന്നു വരുന്നത് അല്ലേ? അങ്ങനെയല്ലേ? അതുപോലെ തന്നെയാണ് നല്ല ഇനോക്കുലം പൊട്ടൻഷ്യൽ ഉള്ള സ്പോർ ആയിരിക്കും പെട്ടെന്ന് വളർന്ന് പെട്ടെന്ന് ഡിസീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ എന്താണ് പൊട്ടൻഷ്യൽ, പവർ അല്ലെ? അതിന്റെ ഒരു കഴിവ്, കപ്പാസിറ്റി, എത്ര പെട്ടെന്ന് അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് ദ ഇനോക്കുലം പൊട്ടൻഷ്യൽ.